കഴിഞ്ഞ ആഴ്ച മഞ്ചേരിയിലെ ഈ ജനകീയ ഹോട്ടലിൽ നിന്ന് നമ്മൾ പങ്കുവച്ചിരുന്നത് അരിയുടെ സബ്സിഡി നിർത്തലാക്കിയതിൻ്റെ സങ്കടമാണെങ്കിൽ സപ്ലൈകോ ആ സബ്സിഡി പുനഃസ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ സന്തോഷവും ആശ്വാസവുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. നമ്മളൊപ്പം സൂറത്ത ചേരുന്നുണ്ട്, നിർമ്മലേശ് ചേരുന്നുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മളോട് സംസാരിച്ചപ്പോൾ വലിയ സങ്കടത്തിലായിരുന്നു. പക്ഷേ ആശ്വാസമാകുന്ന ഉത്തരവ് വന്നു അല്ലേ? ആശ്വാസമായിരുന്നു, ഉത്തരവ് വന്നു. ഞങ്ങൾക്കൊരു വർഷത്തേക്ക് ഈ അരിൻ്റെ പെർമിറ്റ് പുതുക്കി തന്നിട്ടുണ്ട്. അതിന് വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മന്ത്രിയും മറ്റുള്ള ആളുകളൊക്കെ അത് അറിയപ്പെട്ടു, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നമ്മളെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഞങ്ങളെ സങ്കടങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കിപ്പോൾ അരി ലഭിച്ചു. അരി സപ്ലൈ ഓഫീസിലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സബ്സിഡി തുക വന്നിട്ട് ഇപ്പോൾ ഒരു മാസം ആവാനായി. അത് ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ട്രഷറി കുടിശ്ശികയായിട്ട് ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന 10 രൂപ നിരക്കിൽ കിട്ടിയിരുന്ന സബ്സിഡി തുക ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അതും കൂടെ ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഞങ്ങളിപ്പോൾ 4 മാസമായിട്ട് അരി കിട്ടാതെ ബുദ്ധിമുട്ടി. കുറേ പലചരക്ക് സാധനങ്ങളൊക്കെ അരികളൊക്കെ 40 രൂപ കൊടുത്ത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ 30 രൂപക്ക് ഇവിടെ ഊണ് വിളമ്പിയിരുന്നത്. ആ ക്യാഷ് നമുക്ക് കുറേ കടം കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടാനുള്ള കുടിശ്ശിക സബ്സിഡി പെട്ടെന്ന് ട്രഷറിയിൽ നിന്ന് പാസ്സാക്കി തരികയാണെങ്കിൽ. ട്രഷറി വന്ന് കിടക്കുന്നുണ്ട്, ഒരു മാസം ആവാനായി ഇപ്പോൾ വന്നിട്ട്. അത് പിന്നെ DMC ഇല്ലാത്തത് കൊണ്ടാണ് അത് മലപ്പുറത്ത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയണുള്ളൂ. എല്ലായിടത്തും വന്നിട്ടുണ്ട്. സർക്കാർ എല്ലാം ഒരു 2 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മലപ്പുറം ജില്ലക്ക് കിട്ടാനുള്ള ഇത് പെട്ടെന്ന് ഞങ്ങളെ കയ്യിലെത്തുകയാണെങ്കിൽ ഇരട്ടി മധുരം. ഊണിന്റെ ഒരു സബ്സിഡി നിങ്ങൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണല്ലോ പുനഃസ്ഥാപിക്കണം. അതെ, ഇതിപ്പോ അരി കിട്ടിയതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ 20 രൂപക്ക് ഭക്ഷണം കഴിച്ചിട്ട് 10 രൂപ സബ്സിഡി നിരക്കിൽ ഞങ്ങൾക്ക് ലഭിക്കുകയായിരുന്നെങ്കിൽ എല്ലാ ജനങ്ങൾക്കും തന്നെ. പാവപ്പെട്ട കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കുറേ ഹോസ്റ്റലുകളൊക്കെ മഞ്ചേരി പറഞ്ഞ വലിയ പട്ടണം തന്നെയാണ്. അപ്പോൾ അവിടെ ഉള്ള കുട്ടികൾ ഇവിടെ 20 രൂപ ഭക്ഷണത്തിനായിരുന്നു ഇഷ്ടം പോലെ ആളുകൾ. ഞങ്ങൾക്ക് തിരക്കായിരുന്നു ഇവിടെ. ആ കുട്ടികൾക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു, പാവപ്പെട്ട ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഒക്കെ. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി ഞങ്ങൾക്ക് ആ സബ്സിഡി നിരക്കിൽ ലഭിക്കുകയാണെങ്കിൽ, 10 രൂപ സർക്കാർ തരികയാണെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടി അതെ അതെ സർക്കാരിനോട് ഞങ്ങളൊരു അഭ്യർത്ഥന വെക്കുകയാണ്. വലിയ നന്ദി. പക്ഷേ നമ്മളെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാൻ. അതെ, ഞങ്ങളെ പ്രശ്നങ്ങൾ കൂടുതൽ ഇനിയും ഉണ്ട്, കുറഞ്ഞ അതൊക്കെ. സർക്കാർ ഞങ്ങളെ കനിയുന്നുണ്ട്. അതിന് വളരെയധികം നന്ദി. ഇനിയും ഞങ്ങളെ ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇവരുടെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിൽ അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സർക്കാരിന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന 2 അഭ്യർത്ഥന, കുടിശ്ശിക ഇവർക്ക് ലഭിക്കാനുള്ള പണം അത് ട്രഷറിയിൽ വന്നു കിടക്കുന്നുണ്ട്. അത് ഇവരുടെ കയ്യിലെത്താനുള്ള നടപടിയെടുക്കണം. അതേപോലെ തന്നെ ഊണിന് മുൻപ് 10 രൂപ ഇവർക്ക് സബ്സിഡി നൽകിയിരുന്നതാണ്. അന്നാണ് 20 രൂപയ്ക്ക് അവർ ഊണ് നൽകിയിരുന്നത്. ആ 10 രൂപ സർക്കാർ നിർത്തലാക്കിയതുകൊണ്ട് ഊണിന്റെ വില 30 മാറ്റി. അപ്പോൾ പഴയതുപോലെ സർക്കാർ 10 രൂപ സബ്സിഡി നൽകുകയാണെങ്കിൽ ഊണ് 20 രൂപയ്ക്ക് നൽകാനാകും. ഒരുപാട് ആളുകൾക്ക് അത് സഹായകമാകും, ഇവർക്കും അത് വലിയ ഒരു പിന്തുണയാകും. അപ്പോൾ അതിലേക്ക് കൂടി സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ നൽകണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. മഞ്ചേരിയിൽ നിന്നും CV അനുമോദ്, News 18.